ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റും ഗോതമ്പ് പൊടിയും കൊണ്ടുള്ള വളരെ രുചികരവും എന്നാൽ അതുപോലെ തന്നെ ഹെൽത്തിയുമായ ഒരു പലഹാരമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കിയിട്ട് വരാം. അതിനായി ഞാൻ എടുത്തത് 250 ഗ്രാം, ഈ ഒരു കപ്പിന് 250 ഗ്രാം അളവിൽ ഗോതമ്പ് പൊടിയാണ് എടുത്തത്. പിന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ്, അത് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് ഒരു 250 ഗ്രാം കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ എത്ര കൂടുന്നോ അത്രയും ഈ പലഹാരത്തിൻ്റെ ടേസ്റ്റ് കൂടും. പിന്നെ വേണ്ടുന്നത് ഒരു 150 ഗ്രാം വെല്ലം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെല്ലം നമ്മൾക്ക് അവരവരുടേതായ മധുരത്തിൻ്റെ അളവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ വെല്ലം കൂട്ടണമെങ്കിൽ ഇതിൽ കൂടുതൽ വെല്ലം എടുക്കാവുന്നതാണ്. പിന്നെ ഒരു 5-10 ഏലക്കായ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്, ഒരു നുള്ളേ ചേർക്കാൻ പാടുള്ളൂ. പിന്നെ വേണ്ടുന്നത് 1 ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് എടുത്തത്. പിന്നെ 2 മുട്ട. പിന്നെ വേണ്ടുന്നതാണ് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങി. അത് കയ്യിലുണ്ടെങ്കിൽ അതിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ തേങ്ങയുടെ കൊത്തില്ലേ അത് വറുത്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആദ്യം തന്നെ ഈ വെല്ലൊന്ന് ഉരുക്കിയെടുക്കുക കേട്ടോ. അതിന് ഞാനൊരു പാത്രത്തിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെല്ലം നമുക്ക് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഉരുക്കിയെടുക്കാം. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെല്ലെല്ലാം ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് അരിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മാവ് റെഡിയാക്കാൻ ഞാൻ ഇതുപോലൊരു പാത്രമാണ് എടുത്തത്. ഇനി അതിലേക്ക് നമ്മൾക്ക് എടുത്തു വെച്ച ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തു. ഇനി ചേർക്കേണ്ടതാണ് അതിൻ്റെ കൂടെ ഗ്രേറ്റ് ചെയ്തെടുത്ത ചിരവി വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുത്തു. പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ ഏത് വേണേലും എടുക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് 5-10 ഏലക്ക വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ വേണ്ടുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ ചിരവി വെച്ച തേങ്ങ, ഒരു 1/4 കപ്പ് തേങ്ങ. അപ്പോൾ ഗോതമ്പ് പൊടി കൂടുതൽ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അളവൊക്കെ മാറി വരുവേ. പിന്നെ വേണ്ടുന്നത് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾക്ക് 1/2 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഒഴിവാക്കാവുന്നതാണ്. അത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം, കൂടുതലാകരുത്. പിന്നെ ചേർക്കേണ്ടതാണ് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതില്ലെങ്കിൽ തേങ്ങാക്കൊത്ത് വറുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതിയാകും. പിന്നെ നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി അത് ചേർക്കേണ്ടതാണ് ഉരുക്കി വെച്ച വെല്ലം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് അത് നോക്കിയിട്ട് വേണം, കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനേ. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇഡ്ലി മാവിൻ്റെ പരുവത്തിൽ കണ്ടില്ലേ, കൂട്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിരിക്കണം, കൂടുതൽ വെള്ളാക്കി എടുക്കരുത്. ഇനി ഇത് നമ്മൾക്ക് 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ കൂട്ട് റെഡിയാക്കി വെച്ചിട്ട് ഏകദേശം അരമണിക്കൂർ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്കാണ് ഞാൻ കൂട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ കേക്ക് ആക്കുന്ന പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു വാഴയില വാട്ടിയത് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് ഇത് വിടുവിച്ചെടുക്കാം. വളരെ എളുപ്പത്തിലാകും ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇനി നമ്മൾക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി വെച്ച് കൊടുക്കാം. ഇത് ഓരോന്നോരോന്നായിട്ട് ഇതിൻ്റെ അടിയിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി അതിൻ്റെ മേലേക്ക് നമ്മൾക്ക് കൂട്ടൊഴിച്ച് കൊടുക്കാം. അപ്പോൾ കൂട്ട് ഒരു പകുതി കണ്ടിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാവേ, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് കാണിക്കാം. ഈ കൂട്ട് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ എല്ലാം നന്നായിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും അതിൻ്റെ മേലെ കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. അത് പതുക്കെ ഒന്ന് ഇഡ്ഡലി തട്ടിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മേലെ കൂടെ ആവി വെള്ളം വീഴുന്നതായിട്ട് ഒരു ഇലയും കൂടെ ഞാൻ വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ പലഹാരം വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഏകദേശം 20 മിനിറ്റ് വേണ്ടി വന്നു ഇതൊന്ന് വേവിച്ചെടുക്കാനേ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോ കാണുന്നതിൻ്റെ സമയത്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് മടി കൂടാതെ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതിന് ചൂടാറിയ ഇത് വേറൊരു പാത്രത്തിലിട്ടിട്ട് മുറിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.